ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെറസിലും തൊടിയിലും ഗ്രോ ബാഗിലും അതുപോലെ പാത്രങ്ങളിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് തക്കാളി. നമ്മൾ തക്കാളി സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിത്തുകൾ പാകി മുളപ്പിച്ച് ഏകദേശം 1 മാസം പ്രായമായ തൈകളെ മാറ്റിയെടുത്ത് വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മാറ്റി നടുമ്പോഴുണ്ടല്ലോ, നല്ലോണം കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണിലേക്ക് വേണം മാറ്റി നടാൻ. നമ്മൾ ഈ മാറ്റി നട്ട തക്കാളിയുടെ തൈകൾക്ക് നല്ല വളർച്ചയും വിളവും കിട്ടാനും വാട്ടരോഗം പിടിപെടാതിരിക്കാനും ഞാൻ എങ്ങനെയാണ് തക്കാളി തൈകൾ നട്ടുപിടിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ഞാൻ ഈ തക്കാളിയുടെ തൈകളാണ് നടുന്നത്. ഇത് ഏകദേശം 1 മാസം പ്രായമായ തൈകളാണ്. നമ്മൾ ഈ തക്കാളിയുടെ തൈകൾ നടുമ്പോൾ ഉണ്ടല്ലോ, നല്ല ആഴത്തിൽ നടണം. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇതിൻ്റെ തണ്ടിൽ നിന്നെല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ രോമം പോലെ നിൽക്കുന്ന ഓരോ ഭാഗവും വളർന്ന് വേരുകളായി മാറുന്നവയാണ്. അങ്ങനെയുള്ള വേരുകൾക്ക് കൂടുതൽ വളം വലിച്ചെടുക്കാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ചെടിയെ നല്ല ബലമായിട്ട് പാത്രത്തിൽ ഉറപ്പിച്ച് നിർത്താനും സാധിക്കും. അപ്പം ഞാൻ ഇവരെ നടാൻ വേണ്ടി ഇച്ചിരി ആഴത്തിൽ ഇതിനകത്തെ മണ്ണിനെ ഇളക്കുവാണ്. അപ്പോൾ ആഴത്തിൽ ഇളക്കാൻ നോക്കിയപ്പോൾ പൊങ്ങി വരുന്നുണ്ടോ? നല്ലോണം കരിയിലൊക്കെ ഇട്ടതിന് ശേഷം കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണ്, നമ്മുടെ ഉമിയും അതുപോലെ ചകിരിച്ചോറും ഒക്കെ ചേർത്ത് ചാണകപ്പൊടിയും ചേർത്തിട്ടാണ് നമ്മൾ ഈ പാത്രത്തിനകത്ത് നിറച്ച് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നടാനായിട്ട് ഞാൻ ഇച്ചിരി വലിയൊരു കുഴി, ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നതിനകത്തുനിന്ന് ഇച്ചിരി നല്ല വലിപ്പത്തിലുള്ളൊരു കുഴി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ടുണ്ടല്ലോ ആദ്യം ഇടുന്നത് ഈ പൊടിയാണ്. കുറച്ച് പൊടി ഇടുവാണ്. ഇത് ഡോളമൈറ്റാണ്. എന്നിട്ട് ഞാൻ ഇതിനെ ഇച്ചിരി മണ്ണിട്ടങ്ങ് മൂടും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇടുന്നത് എന്നാണെന്നറിയോ? നല്ല വളർച്ചയും അതുപോലെ പെട്ടെന്ന് പൂക്കളും ഒക്കെ ഉണ്ടാകാനായിട്ട് കുറച്ച് മാത്രം എല്ലുപൊടി കണ്ടോ. ഈ എല്ലുപൊടി ഇട്ടിട്ട് ഇതിനെ നമ്മൾ ഈ മണ്ണുമായിട്ടൊന്ന് കൂട്ടി ഇളക്കുവാണേ. എന്നിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഈ തക്കാളിയുടെ തൈകളെ നട്ടു കൊടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നല്ല പോലെ അവരുടെ ഏകദേശം ഏറ്റവും അടിയിലത്തെ ഇലയുടെ താഴം വരെ നമ്മളിതുപോലെ മണ്ണിട്ട് മൂടിക്കൊടുക്കും. കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ച് സ്യൂഡോമോണാസ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഞാനിപ്പോൾ സ്യൂഡോമോണാസ് ഒഴിക്കുന്നില്ല, വെറുതെ ഇച്ചിരി വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു വൈകുന്നേരം സമയമാണ്. അപ്പം നമ്മൾ രാവിലെയൊക്കെയാണ് ഇതുപോലെ മാറ്റി നടുന്നതെങ്കിൽ നമ്മളിതിനെ 1 ദിവസത്തേക്കിന് അല്ലെ 2 ദിവസത്തേക്കിന് തണലത്തേക്ക് മാറ്റി വെച്ച് ചുവടുറച്ചതിന് ശേഷം മാത്രം വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ചാൽ മതി. തക്കാളി നമ്മൾ വളർത്തുന്നത് എപ്പോഴും നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം വളർത്താൻ. എങ്കിൽ മാത്രമേ ചെടികൾക്ക് നല്ല വളർച്ചയും അതുപോലെ നിറയെ പൂക്കളും നല്ല വിളവും ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മൾ മാറ്റി നട്ടാൽ ഉടനെ തന്നെ ഇതിനൊരു സപ്പോർട്ട് കൊടുക്കണേ. അപ്പം ഞാൻ ഈ സപ്പോർട്ട് അങ്ങോട്ട് കുത്തി കൊടുക്കാൻ പോവുകയാണേ. അപ്പം ഇതേപോലൊരു സപ്പോർട്ടും കൂടെ നമ്മൾ നല്ല ബലത്തിൽ കൊടുക്കും. അപ്പോൾ ഇത് വളരുന്നതിനനുസരിച്ച് ഈ കമ്പയിലോട്ട് കൂട്ടിച്ചേർത്ത് കെട്ടിക്കൊടുക്കണം. കുറച്ച് വളർച്ചയായതിന് ശേഷം നമ്മൾ ഇതുപോലൊരു സപ്പോർട്ട് കുത്തി കൊടുക്കാൻ നോക്കിയാൽ ഇതിൻ്റെ വേര് പടലങ്ങളൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ നടുന്ന അവസരത്തിൽ തന്നെ ഈ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ തക്കാളിയുടെ ചെടികൾ വളരുന്നതിനനുസരിച്ച് ഓരോ 10 ദിവസം കൂടുമ്പോഴും എന്തെങ്കിലും ജൈവവളം കൊടുക്കണം. അതിപ്പം നമ്മുടെ കയ്യിലുള്ളത് ചാണകപ്പൊടിയാണെങ്കിൽ അത്, മണ്ണിര കമ്പോസ്റ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു ജൈവവളം അത് ഈ 10 ദിവസം കൂടുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതിങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ കായ വിളവെടുക്കുന്നിടം വരെ നമ്മൾ ഇതേ പരിപാടി തുടർന്നുകൊണ്ടിരിക്കണം. തക്കാളി അതേപോലെ വളം ആവശ്യമായിട്ടുള്ള ഒരു പച്ചക്കറിയാണേ. ഞാനിപ്പോൾ കൊടുക്കുന്ന വളം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ 1 പിടി കടലപ്പിണ്ണാക്ക് നല്ല പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് കലക്കി 2-3 ദിവസം മുന്നേ വെച്ചതാണേ. ഇത് ഏകദേശം 1 ലിറ്ററോളം ഉണ്ട്. അതിനെ ഞാൻ ഈ 10 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ച് കലക്കുവാണ്. ഇനി ഇതിനെ ഒന്ന് കലക്കി ഒഴിച്ചേക്കാം. കണ്ടോ, ഇതുപോലെ നമ്മളിതിനെ നേർപ്പിക്കും. കോരി ഒഴിച്ച് നല്ലപോലെ നല്ല വെള്ളം പോലെ നേർപ്പിച്ചെടുക്കും. കണ്ടോ, ഇങ്ങനെ നേർപ്പിച്ചെടുത്തിട്ട് വേണം നമ്മുടെ തക്കാളിക്ക് വളമായിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെറുതെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ നമ്മുടെ തക്കാളി ചെടിക്ക് മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ കൊടുക്കാനൊരു കാര്യമുണ്ട്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. തക്കാളി ഇങ്ങനെ വളരുമ്പോൾ ഉണ്ടല്ലോ,
ഇതിൻ്റെ ചുവട് ഭാഗത്തുള്ള ഇലകളെയൊക്കെ നമ്മളങ്ങ് മുറിച്ചു മാറ്റിക്കണം. ഇതിപ്പോൾ പഴുത്തൊന്നും തുടങ്ങിയിട്ടില്ല, പക്ഷേ നമ്മളിങ്ങനെ ചുവട് ഭാഗത്തെ ഇലകൾ മുറിച്ചു മാറ്റുകയാണെങ്കിൽ അവർക്ക് എല്ലാ ഭാഗത്തേക്കും വളം, ഈ താഴെ ഭാഗത്തുള്ള ഇലകളെന്ന് പറഞ്ഞാൽ ഇനി പെട്ടെന്ന് അധികം താമസമില്ലാതെ പഴുത്തു പോകുന്നതാണ്. അപ്പോൾ അവർക്ക് മുകൾ ഭാഗത്തേക്ക് വളം കൂടുതൽ കിട്ടാനുള്ള ഒരു സൗകര്യം കിട്ടും ഈ താഴെ ഭാഗത്തെ ഇലകളൊക്കെ മുറിച്ചു മാറ്റിയാൽ. അത് മാത്രമല്ല, ഇതുപോലെ വരുന്ന ചെറിയ സക്കറുകൾ കണ്ടോ, മെയിൻ തണ്ടിനും ഇതുപോലെ ഇങ്ങനെ ഒടിച്ചെടുക്കാം അല്ലെങ്കിൽ മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ഈ കമ്പുകളെ അല്ലെങ്കിൽ ഈ സക്കറുകളെ നമ്മൾ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് അതുപോലുള്ളൊരു സക്കറാണ്. ഇതിൻ്റെ പൂക്കളൊക്കെ വന്നു തുടങ്ങിയതാണ്. അതൊന്നും നമ്മൾ ഓർക്കണ്ട. ഇതേപോലെ എടുത്ത് ഒരു 2-3 ദിവസം വെറുതെ വെള്ളത്തിനകത്ത് വെച്ചാൽ വേര് വരും. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും മുറിച്ച് നമ്മൾ നേരെ നട്ടാൽ മതി. ഇത് പുതിയ തൈയായിട്ട് വളർന്നു വരും. ഇങ്ങനെ മുറിച്ച് നടുന്ന സക്കറുകൾ പെട്ടെന്ന് തന്നെ പൂക്കളും കായ്കളും ഉള്ളവരായിട്ട് തീരുകയും ചെയ്യും. ഇത് കണ്ടോ, ഒരു ചെറിയ സക്കറിനെ ഞാൻ മിനിഞ്ഞാന്ന് ഒടിച്ച് ഇതുപോലെ മണ്ണിനകത്തോട്ട് കുത്തിയതാണ്. ഇത് അവർ വേര് പിടിച്ച് ചോട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇലകളൊക്കെ നിൽക്കുന്നുണ്ട്, നല്ല ആരോഗ്യമായിട്ട് നിൽക്കുവാണേ. ഇത് സ്യൂഡോമോണാസ് ആണേ. ഒരു ഇത്രയും സ്യൂഡോമോണാസ് എടുത്ത് ഏകദേശം 1 ലിറ്റർ വെള്ളമായതേ, ആ വെള്ളത്തിനകത്തേക്കിട്ട് നല്ലതുപോലെ കലക്കിയിട്ട് ചെടികളുടെ ഇലകളിലും തണ്ടിലും ചുവട്ടിലും ഒക്കെ വരത്തക്ക രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു മാസത്തിൽ 2 പ്രാവശ്യം, അതായത് ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും ചെയ്താൽ നമ്മുടെ ചെടികൾക്ക് കാര്യമായ വാട്ടരോഗം വരാതിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ചെടികളുണ്ട്. ഇതൊക്കെ തക്കാളിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഞാനിതുപോലെ ഒഴിച്ചു കൊടുക്കുക. സാധാരണ നമ്മുടെ തക്കാളിക്ക് വരുന്ന കീടങ്ങൾ, ഇപ്പം വെള്ളീച്ച, മീലിമൂട്ട അങ്ങനെ പോലുള്ള കീടങ്ങളാണ് കൂടുതലും വരാറ്. അങ്ങനെയുള്ള കീടങ്ങളെ ഒക്കെ ഒഴിവാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതേപോലെ 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ 1 സ്പൂണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഏകദേശം ഒരു 20 ഗ്രാമാണ്. ഇതുപോലെ നമ്മൾ വെള്ളത്തിനകത്തേക്ക് കലക്കിയെടുക്കും കേട്ടോ. അപ്പം ബിവേറിയ നല്ലോണം ഒരു 20 ഗ്രാം വെള്ളത്തിനകത്തിട്ട് ഇതുപോലെ നമ്മൾ കലക്കിയെടുത്തതിന് ശേഷം അതിനെ അരിച്ച് വേണം എടുക്കാനേ. അല്ലെങ്കിൽ ഇതുപോലത്തെ കട്ടകളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രെയർ കയറി ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കലക്കി നല്ലോണം അലിയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ നമ്മൾ കുപ്പിക്കകത്തോട്ട് ഒഴിച്ചെടുക്കുവാണേ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ചെടിയുടെ എല്ലാ ഇലകളിലും വീഴത്തക്ക രീതിയിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പാമവണ്ടായാലും മീലിമൂട്ടയായാലും അതുപോലെ വെള്ളീച്ചയായാലും ഒക്കെ നമുക്ക് ശല്യം നല്ലോണം മാറിക്കിട്ടും കേട്ടോ. ഞാനിത് ഇതിന് മുൻപും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇതേപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് തക്കാളിക്ക്. ഇത് നമ്മൾ രോഗം വന്നിട്ട് ചെയ്യാൻ നിൽക്കരുതേ. രോഗം വരുന്നതിന് മുന്നേ തന്നെ ആഴ്ചയിൽ 1 പ്രാവശ്യം വീതം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി രോഗം വന്നതിന് ശേഷമാണെങ്കിൽ ഇതേപോലെ നമ്മൾ ബിവേറിയ സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക. അത് അടുപ്പിച്ച് ഒരാഴ്ച വരെ ചെയ്യേണ്ടി വരും ആ കീടങ്ങളെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ. അല്ലാതെ നമ്മളിപ്പോൾ കീടനാശിനികൾ ഉപയോഗിക്കാനായിട്ട് ടപ്പേന്ന് അതെല്ലാം ചത്ത് വീണ് കിട്ടും. പക്ഷേ അത് നമുക്കത് ഉപയോഗിക്കാനും കഴിക്കാനും ഒക്കെ ഉള്ളതല്ലേ. അപ്പം നമ്മൾ ഈ വീട്ടിലൊക്കെ ഇതേപോലെ ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കിയിട്ട് ഈ കീടനാശിനികൾ ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് നമുക്ക് ചെയ്യുന്നത്. ഇത്രയുമൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ചെറിയൊരു വിളവെടുപ്പും കൂടെ നടത്തിയിട്ട് വരാം വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ. കുറച്ച് തക്കാളിയാണുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ 2 വീഡിയോ ചെയ്ത അവസരത്തിലും വിളവെടുത്തതാണ്. അത് നിങ്ങൾ കണ്ടതുമായിരിക്കും. ഇഷ്ടംപോലെ പച്ചയൊക്കെ ഇതിലുണ്ട്. ഞാനിതിൽ നിന്ന് പഴുത്തത് മാത്രമാണ് ഇപ്പോൾ വിളവെടുക്കാൻ പോകുന്നത്. പഴുത്തതും ഇപ്പോൾ ചെമ്പഴം കൊണ്ടതും നമുക്കങ്ങ് പറിച്ചെടുക്കാം. വീട്ടിൽ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് തന്നെ അത് പഴുത്ത് കിട്ടും കേട്ടോ. ഇതിൽ ഈ പറ്റി പിടിച്ചിരിക്കുന്നത് ബിവേറിയയാണേ. നമുക്കതൊന്നും പേടിക്കാനില്ല. കഴുകി കളഞ്ഞാലെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 2 ചെറുതാണേ. ഒരു 5-6 എണ്ണം കൂടെ കിടപ്പുണ്ട്. അതും കൂടെ ഞാൻ പറിച്ചെടുത്തുകൊണ്ട് വരാവേ. ഇതിവിടെ നമ്മുടെ സീഡ്ലെസ് ചാമ്പ കുറച്ച് കിടപ്പുണ്ടേ. ഇത് കണ്ടോ, നല്ല സൂപ്പർ കളറല്ലേ. കളറ് മാത്രമല്ല അതിൻ്റെ മധുരവും ഡബിൾ സൂപ്പറാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം തിന്നാവേ. സൂപ്പറാ. അതിൻ്റെ വേറെ പ്രത്യേകത എന്നാണെന്നറിയോ, ഇതിന് സീഡില്ല കേട്ടോ. ഒരു സീഡ് പോലും കാണത്തില്ല. മുഴുവനും തിന്നാം നമുക്ക്. നമ്മുടെ മരമുന്തിരി ഒരെണ്ണം കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ച് തിന്നപ്പം പഴുപ്പ് കുറവാന്ന് പറഞ്ഞല്ലോ.
ഇന്നത്തേത് കുറച്ചും കൂടെ നന്നായിട്ട് പഴുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ലതായിട്ട് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചില ആൾക്കാർ പറയും ഇതിനധികം വലിപ്പം, ഇത് എത്ര വഴുപ്പ് പോരാ കണ്ടോ, കളറ് പോരാ, ഇത് നല്ല കറുപ്പായിട്ടുണ്ട്, ഇതിന് വലിപ്പം വെക്കത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇത്രയും വലിപ്പം ഉണ്ടല്ലോ, ഇതൊരു സാധാരണ മുന്തിരിങ്ങയുടെ തന്നെ വലിപ്പം ഉണ്ടല്ലോ. ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ടത് അത്രയും പഴുക്കാത്ത കൊണ്ട് ഞാൻ എടുക്കുന്നില്ല. കണ്ടോ, കുഞ്ഞു കുഞ്ഞു കായ്കളും പൂക്കളും ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് തിന്ന് നോക്കട്ടെ, നല്ലോണം പഴുത്തത് തിന്ന് നോക്കാം. ശരിക്കും പഴുത്ത മുന്തിരി പോലെ തന്നെയാണേ. എന്നിട്ട് നീ ഇതൊന്ന് തിന്നു നോക്കിയടാ. കുരു കടിച്ചു തിന്നു ഏട്ടാ. 750 രൂപയാണ് തിന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത ദിവസം നട്ടുപിടിപ്പിച്ച സുന്ദരിച്ചീരയുടെ തൈകളാണ്. ഇത് നമുക്ക് മാറ്റി നടാനുള്ളതാണ്. ധ്യാനിക്കുന്നുണ്ടോ, പാൽച്ചീരയാണേ. പാൽച്ചീരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ടുകൾ കണ്ടോ, നല്ല വെള്ളയായിരിക്കും, അതുപോലെ ഇലയും വരും. ഇത് സുന്ദരിച്ചീര പോലെ തന്നെയാണ്. ഇഷ്ടംപോലെ ശിഖരങ്ങൾ വന്നിട്ട്, ഇപ്പം ഞാൻ പറയല്ലേ, ഒരു ചീരയുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് തോരൻ വെക്കാമെന്ന് പറഞ്ഞ് ഞാൻ സുന്ദരിച്ചീര വിളവെടുത്ത് നിങ്ങളെ കാണിച്ചതാണ്. അതേപോലെ തന്നെയുള്ളതാണ് നമ്മുടെ പാൽച്ചീരയും. ഇത് നമ്മുടെ മയിൽപ്പീലി ചീരയുടെ അരിയാണ്. ഞാൻ രാവിലെ പറിച്ചു വെച്ചിരുന്നതാണ്. വെയിൽ കൊണ്ടപ്പം അതിനകത്തുനിന്ന് അരിയെല്ലാം വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിതൊന്ന് നല്ലോണം ഞെരടി കഴിയുമ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ചീരവിത്ത് കിട്ടുവേ. കണ്ടോ, ഈ ചീരവിത്തിനെ ഇതുപോലെ ഞാൻ നനച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണ്. അപ്പോൾ സാധാരണ ഞാൻ ചെയ്യുന്നത് ഇതേപോലെ പോട്ടിംഗ് മിക്സിലേക്ക് അങ്ങ് ഇടത്തു മാത്രമുള്ള ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചീരവിത്ത് ഉറുമ്പൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നല്ലോണം ഇച്ചിരി മഞ്ഞപ്പൊടി തൂക്കി കൊടുക്കുവേ. എന്നിട്ട് ഇതേപോലെ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഒരു ശകലം, ഒത്തിരിയൊന്നും ഇടരുത്, നേരിയ കനത്തിൽ, നമുക്കിപ്പം ചീരവിത്തിൻ്റെ കട്ടി അറിയാമല്ലോ, അതുപോലൊരു നേരിയ തോതിൽ ഒന്ന് മുകളിൽ കൂടെ ഇട്ടോണം. നമ്മൾ ഈ വെള്ളം തളിക്കുമ്പം ഈ വിത്തുകൾ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ വെള്ളം തളിച്ച് വെച്ചിരുന്നാൽ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ചീര വിത്തുകൾ കിളിർത്ത് വരും. എന്നിട്ട് ഈ പാകമാകുമ്പം നമുക്ക് മാറ്റി നടാം. അപ്പം ഞാൻ ഇതിനകത്തോട്ട് നടാൻ പോവുകയാണേ. അപ്പം ഞാൻ ചെറിയൊരു കുഴി പോലെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചീരയുടെ തൈകൾ പറിച്ച് മാറ്റി നടുന്നതിന് മുന്നേ തന്നെ നല്ലോണം പാത്രത്തിൽ വെള്ളം ഒഴിക്കണേ, എന്നാലേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ നമ്മൾ മാറ്റി നടുവാണേ. ഇങ്ങനെ മാറ്റി നട്ടതാണ് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടതേ കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇപ്പം ചീര പാകി നിർത്തിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ കൂടെ മാറ്റി നട്ടോണം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഞാനിത് മുഴുവനും നട്ടിട്ട് കാണിക്കാവേ. അപ്പോൾ നമ്മളിത് അത് മുഴുവൻ തന്നെ മാറ്റി നട്ടിട്ടുണ്ടേ. കണ്ടോ, ഏകദേശം ഇത്രയും തൈകളാണുള്ളത്. ബാക്കി മൊത്തം ഞാൻ ഈ പാത്രത്തിനകത്തേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ തന്നെ സുന്ദരിച്ചീരയുടെ വിത്തുകൾ പാകി മുളപ്പിച്ചതാണ്. ഇത് പാകുന്നതും കുറച്ച് വലുതായതും അതിൻ്റെ ബാക്കി ഭാഗവും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പ്രാവശ്യം സ്ട്രോബെറി ഒന്നും ആയില്ലേ എന്നൊക്കെ. നമ്മളിതിവിടെ തൂക്കിയിട്ടിരുന്നതായിരുന്നു. ഇത് താഴെ പൊട്ടിപ്പോയാണ് നിങ്ങളെ കാണിക്കാതിരുന്നത്. ഏകദേശം എല്ലാം തന്നെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ കായ്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് പഴുത്തിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണ്. ഈ പഴുക്കാത്ത പരുവത്തിലൊക്കെ ഉണ്ടല്ലോ, ഇതിന് പുളി തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ പഴുത്തതിന് മധുരം കാണും. ഇവിടെയും ഒക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്, പൂവിടാറായിട്ടുണ്ട്. പൂവിടാറാകുന്ന അവസരത്തിൽ നമുക്ക് ചെടിയുടെ ചുവട് കണ്ടാൽ അറിയാം അതിൻ്റെ ആ ചുവടിനുണ്ടാകുന്നൊരു വ്യത്യാസം. അങ്ങനെ പൂവിടാറായി. ഇത് ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയ്ക്കും തണുപ്പിനും ഒക്കെ അനുസരിച്ചാണിത് പൂവിടാറൊക്കെ ആകുന്നത്. അപ്പോൾ ഈ മുട്ട വഴുതനയും കൂടെ നമുക്ക് വിളവെടുത്തേക്കാം. ഇതിങ്ങനെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളഞ്ഞു പോകും കേട്ടോ. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇത് വിളവെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3 എണ്ണം കിട്ടി. ഇത് നമുക്ക് നിറച്ച് വറുത്താൽ നല്ല സൂപ്പറാണ്, ചോറുണ്ണാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.